അടുത്തായിട്ട് നമുക്ക് എന്താണ് ഗ്രിഡ് റെഫറൻസ് എന്ന് നോക്കാം. അതിനു മുമ്പ് അത് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ബേസിക് ടേംസ് എന്താണെന്ന് നോക്കിയാലോ. ഈസ്റ്റിങ്ങും നോർത്തിങ്സും. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ അറിയാനായിട്ട് നമ്മൾക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോടുകൂടി നോക്കാം. നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ? ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇവിടെ നോർത്ത് സൗത്ത്. ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്, സൗത്ത് തെക്ക്, നോർത്ത് വടക്ക്. എല്ലാവർക്കും അറിയാലോ. നോക്കിയേ, എന്താണ് ഈസ്റ്റിംഗ് എന്ന് നോക്കാം. ദ നോർത്ത് സൗത്ത് ലൈൻസ് ആർ കോൾഡ് ഈസ്റ്റിംഗ്. നോക്കിയേ, നോർത്ത് സൗത്ത് ലൈൻസിനെയാണ്, അതായത് ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസിനെയാണ് എന്ത് പറയുക? ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് ആർ കോൾഡ് എന്താ? നോർത്തിങ്. നോർത്തിങ് എന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് ലൈൻസിനെയാണ്, അതായത് ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? നോർത്തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രിഡ് ഫോം ചെയ്യാൻ അവയിൽ എന്തൊക്കെ വേണം? അതായത് ഈസ്റ്റിങ്ങും നോർത്തിങ്ങും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കുക, ദ നോർത്ത് സൗത്ത് ലൈൻസ് ആർ കോൾഡ് ഈസ്റ്റിങ്സ് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് ആർ കോൾഡ് വാട്ട്? നോർത്തിങ്സ്. ഇനി നോക്കിക്കേ, എന്താണ് റെഫറൻസ് ഗ്രിഡ്? ഗ്രിഡ്സ് ഫോംഡ് jointly by the easting and northing are called എന്താ? റെഫറൻസ് ഗ്രിഡ്. ഇങ്ങനെ ജോയിൻ ചെയ്ത് ഈസ്റ്റിങ്ങും നോർത്തിങ്ങും വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? യെസ്, ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന വരകൾ ഈസ്റ്റിങ്സ് എന്നും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകളെ നമ്മൾ എന്ത് പറയും? നോർത്തിങ്സ് എന്നും പറയും. ഈ നോർത്തിങ്സും ഈസ്റ്റിങ്സും ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് നോക്കാം, ഈ ഗ്രിഡ് റെഫറൻസ് വെച്ച് എന്തൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. ഗ്രിഡ് റെഫറൻസ് ഇസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ പൊസിഷൻ ഓഫ് ദ ടെറസ്ട്രിയൽ ഒബ്ജക്റ്റ് യൂസിങ് ദിസ് ഗ്രിഡ്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പല വസ്തുക്കളുടെയും സ്ഥാനനിർണയത്തിന് എന്തുപയോഗിക്കാം? ഗ്രിഡ് റെഫറൻസ് ഉപയോഗിക്കാം. ഇനി നോക്കിക്കേ, ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ് ലൈൻസ് ആർ ഇൻ ദ റേഷ്യോ 1:50,000 ഇൻ ടോപ്പോ ഷീറ്റ്സ്. അപ്പോൾ ഈസ്റ്റിംഗ് നോർത്തിങ്സ് ലൈൻ്റെ റേഷ്യോ എന്താ? ടോപ്പോ ഷീറ്റിൽ 1:50,000 ആണ് അവയുടെ റേഷ്യോ. ഈച്ച് ഗ്രിഡ് വിത്ത് 2 cm width and 2 cm breadth covers an area with 1 km length and 1 km breadth on the earth surface. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ സ്കെയില് ടോപ്പോ ഷീറ്റുകളിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 2 cm ലെങ്ത്തും 2 cm ബ്രെഡ്ത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് എർത്ത് സർഫസിൽ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു? 1 കിലോമീറ്റർ ആയിട്ടാണ് ഈ 2 സെൻറ്റിമീറ്റർ ഈക്വൽ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? 1 കിലോമീറ്റർ ലെങ്ത്തും 1 കിലോമീറ്റർ വിഡ്ത്തുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയേ, 1:50,000 ടോപ്പോ ഷീറ്റുകളിൽ 2 സെൻറ്റിമീറ്റർ വീതിയും 2 സെൻറ്റിമീറ്റർ, ഇവിടെ നീളമാണ് വീതിയല്ല, നീളവുമുള്ള ഓരോ ഗ്രിഡും ഭൂമിയുടെ ഉപരിതലത്തിൽ 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പ്രദേശത്തെ ഉൾക്കൊള്ളുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ടോപ്പോ ഷീറ്റുകൾ നോർത്തിങ് ഈസ്റ്റിങ് തമ്മിൽ ടോപ്പോ ഷീറ്റുകളിലുള്ള റേഷ്യോ ഏതാ? 1:50,000 ആണ്. അതെങ്ങനെ സ്കെയിലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 2 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ലെങ്ത്തും ബ്രെഡ്ത്തും. പക്ഷേ ഈ 2 സെൻറ്റിമീറ്റർ എന്ന് കൺസിഡർ ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ അത് എത്രയായിട്ട് കൺസിഡർ ചെയ്യും? ഓരോ വസ്തുക്കളുടെയും 1 കിലോമീറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ ഈസ്റ്റിംഗ് ആൻഡ് നോർത്തിങ് ലൈൻസ് ആർ യൂസ്ഡ് ടു സോൾവ് ഡിഫിക്കൽട്ടി ഓഫ് ആക്യുറേറ്റ്ലി ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ ഓഫ് സ്മോൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓൺ ദ ടോപ്പോ ഷീറ്റ്സ്. അതായത് ടോപ്പോ ഷീറ്റുകളിലെ ചെറിയ ഭൂമിശാസ്ത്രപരമായ
സവിശേഷതകളുള്ള സ്ഥാനം, അതായത് ചെറിയ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനം പോലും വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഈ ഗ്രിഡ് റെഫറൻസ് കൊണ്ട് നമുക്ക് സാധിക്കും. ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് ഈസ്റ്റിംഗ് നോർത്തിങ് ലൈനുകൾ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ഈസ്റ്റിങ്സിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന രേഖകളാണ്. ഈസ്റ്റിങ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻസാണ്. ക്ലിയർ ആയല്ലോ? അതായത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കല്ലേന്ന് നോക്കിക്കേ ലൈൻസ് ഇരിക്കുന്നത്. നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് വരയ്ക്കുന്ന ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ദീസ് ആർ നോർത്ത് സൗത്ത് ലൈൻസ്. ടീച്ചർ, ആ പേര് നോർത്ത് സൗത്ത്, പിന്നെ എന്തുകൊണ്ട് ഈസ്റ്റിങ്സ് എന്ന് വന്നു? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഗ്രാഫിക്കൽ നമുക്കറിയാം ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഇവിടെ എന്താ ഈസ്റ്റ് അല്ലേ, ഇവിടെ വെസ്റ്റ്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ടീച്ചർ ഈസ്റ്റിങ്സ് ഒന്നോടെ വരയ്ക്കുകയാണ്. നോർത്ത് സൗത്ത് ലൈൻസിനെയാണ്. ഇവിടെ നോക്കിയേ, നോർത്ത് സൗത്ത് താഴോട്ടുള്ള ലൈൻസ്, നോർത്ത് സൗത്ത് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈസ്റ്റിങ്സ് എന്ന് പറയുക. പിന്നെ എന്താ പ്രത്യേകത? ദെയർ വാല്യൂ ഇൻക്രീസസ് ടുവേഴ്സ് ദ ഈസ്റ്റ്. ഈ ഡയറക്ഷനാണല്ലോ ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് പോകും തോറും അവയുടെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ 15 ആണെങ്കിൽ 16, 17, 18 കണ്ടോ? ഈസ്റ്റിലേക്ക് പോകുന്തോറും വാല്യൂ കൂടുന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ഈസ്റ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ടു ദ ജിയോഗ്രാഫിക് ഫീച്ചേഴ്സ് ഈസ് കൺസിഡേർഡ് ഫോർ ഐഡൻറ്റിഫയിങ് എ ലൊക്കേഷൻ. അതായത് ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും സ്ഥാനം നിർണ്ണയിക്കണമെങ്കിൽ ഈസ്റ്റിങ്സിൻ്റെ എവിടെയുള്ള വാല്യൂ എടുക്കണമെന്നാണ് പറയുന്നത്? ജസ്റ്റ് ലെഫ്റ്റിലുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നതിൻ്റെ ജസ്റ്റ് ലെഫ്റ്റിൽ താഴെയുള്ള വാല്യൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മളപ്പോൾ എന്തൊക്കെ പഠിച്ചു? വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണിത് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഇവയുടെ മൂല്യം എന്ത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്? യെസ്, കിഴക്കു ദിശയിലേക്ക് പോകും തോറും മൂല്യം എന്ത് ചെയ്യും? കൂടിക്കൂടി വരുന്നു. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് എന്തിന് നമ്മൾ എടുക്കുക? സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നത്. ഇവിടെ നോക്കിയേ, വെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചെറിയൊരു ഡോട്ട് വെച്ച അല്ലേ വെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈസ്റ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ലെഫ്റ്റിലുള്ള തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഏതാ? 50. ഇനിയും വെല്ലിനെ കൺസിഡർ ചെയ്യാൻ വേറെയും വാല്യൂ എടുക്കണം. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം നോക്കുക, ഇവിടെ ഒരു ഫോർട്ട് അല്ലേ, ഇവിടെ ഒരു ഫോർട്ടിൻ്റെ സിമ്പിൾ നിങ്ങൾക്കറിയാലോ, ഇങ്ങനെയാണ് ഒരു ഫോർട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഈസ്റ്റിംഗ് വാല്യൂ എങ്ങനെ കൺസിഡർ ചെയ്യാം? അതിൻ്റെ ലെഫ്റ്റിലുള്ള വാല്യൂ എത്രയാ? 16 ആണ്. ഈ ഒബ്ജക്റ്റിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ താഴെയുള്ള വാല്യൂ 16 ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ എത്രയാ പറയുക? 16. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് നോർത്തിങ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നോർത്തിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആ ഡയറക്ഷൻ മനസ്സിലാവാൻ ഒന്നോടെ ഇത് വരയ്ക്കുകയാണ്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്കുള്ള ലൈനുകളെയാണ് എന്ത് നമ്മൾ പറയുക? നോർത്തിങ്സ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസ്. ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് ലൈനുകളാണത് അല്ലേ? ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് ലൈനുകളെയാണ് എന്ത് പറയുക? നോർത്തിങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. These are lines drawn in the east-west direction. The value increases towards the north. ഇവിടെ നോക്കിക്കേ, എങ്ങനെയാണ്? ടീച്ചർ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, 30, 35, 40, 45 ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ടുവേഴ്സ് ദ നോർത്ത്. എവിടെയാണ് നോർത്ത് കിടക്കുന്നത്? ഇവിടെ അല്ലേ? നോർത്തിലേക്ക് പോകും തോറും
അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? നോർത്തിങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ വാല്യൂ ഓഫ് നോർത്തിങ്സ് ഇമ്മീഡിയറ്റ്ലി ടു ദ സൗത്ത് ഓഫ് ദ ഫീച്ചേഴ്സ് ഇൻ ദ മാപ്പ് ഈസ് കൺസിഡേർഡ് ഫോർ ഐഡൻറ്റിഫൈങ് ദ ലൊക്കേഷൻ. എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു തെക്കായി കാണപ്പെടുന്നത് നോർത്തിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് നമ്മൾ പരിഗണിക്കുന്നത്. തൊട്ടു തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള വരകളെയാണ് നമ്മൾ എന്ത് പറയുക? നോർത്തിങ്സ് എന്ന് പറയുക. ഇവയുടെ മൂല്യം എന്ത് സംഭവിക്കും? വടക്കു ദിശയിലേക്ക് പോകും തോറും അത് കൂടി 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 വരും. ഇതാണ് നോർത്തിങ്സിനെ കുറിച്ച് ഉള്ള മെയിൻ പോയിൻറ്റ്സ്. ഭംഗിയായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ. ഇവിടെ ഈ ഗ്രിഡ് റെഫറൻസ് നോക്കിക്കേ. ഇതിൽ പല ഒബ്ജക്റ്റുകളും തന്നിട്ടുണ്ട്. ചിലത് വലുതാണ്, ചിലതിൻ്റെ സൈസ് ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഒബ്ജക്റ്റിൻ്റെയും സ്ഥാനനിർണ്ണയം നമ്മൾ പഠിച്ചു ഗ്രിഡ് റെഫറൻസ് വെച്ചാണ്. 2 തരം ഗ്രിഡ് റെഫറൻസുകളുണ്ട്. 4 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് ആൻഡ് 6 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണെന്ന്. ഓക്കെ, അതിനു മുമ്പ് ഈ പിക്ചർ ഒന്ന് പരിചയപ്പെടാം. ഇത് നോക്കിക്കേ, ഒരു ഫോർട്ടിൻ്റെ, ഒരു കോട്ടയുടെ പിക്ചറാണ്. ഇത് അല്പം വലിയ സൈസാണ് അല്ലേ. ഇങ്ങനെ വലിയ സൈസുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് 4 ഗ്രിഡ് റെഫറൻസ് ആണ് യൂസ് ചെയ്യുക. ഇത് നോക്കിക്കേ, ഒരു ജലാശയത്തിൻ്റെ പിക്ചറാണ്. ഇതെല്ലാം നമ്മൾ സിമ്പിൾ ഡിസ്കസ് ചെയ്താണ്, മറന്നു പോവാതെ പഠിച്ചോളണം. ബ്ലൂ കളറ് ജലാശയങ്ങളാണ്. ഇതൊരു ജലാശയത്തിൻ്റെ പിക്ചറാണ് അല്ലേ, ഒരു ചെറിയ തടാകത്തിൻ്റെ പിക്ചറാണ്. ഇത് ഒരു വലിയ ഒബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ ഏത് ഗ്രിഡായിരിക്കും? 4 ഗ്രിഡ് റെഫറൻസ് ആണ് യൂസ് ചെയ്യുക. ഇനി നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, കണ്ടോ ഇവിടെ എന്താ? യെസ്, പാർപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, കുറേ ക്ലസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവയും ഏത് വെച്ച് നമ്മൾ ഉപയോഗിക്കാറ്? 4 ഗ്രിഡ് റെഫറൻസ് ആണ്. പക്ഷേ ഇവിടെ ചെറിയ ചെറിയ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ചെറിയ ഡോട്ട് കാണിക്കുന്ന എന്തിനെയാണ്? കിണറിനെയാണ്. ഈ ചെറിയ സിമ്പിൾസ് ആണെങ്കിൽ അവയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 6 ഗ്രിഡ് റെഫറൻസ് മുഖേനയാണ്. മറന്നു പോവരുത്. ഈ സിമ്പിൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുക? ട്യൂബ് വെൽസിനെയാണ് അല്ലേ. ട്യൂബ് വെല്ലാണ്. അതും ഒരു ചെറിയ സിമ്പിളാണ്. അതിന് നമ്മൾ ഏതാണ്? 6 ഗ്രിഡ് റെഫറൻസ് ആണ് യൂസ് ചെയ്യുക. ഇത് നോക്കിക്കേ, ഒരു ചർച്ചിൻ്റെ സിമ്പിളാണ്. അതും നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഒരു 6 ഗ്രിഡ് റെഫറൻസ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ചെറിയ സിമ്പിളാണ് അല്ലേ. ഏതാണത്? ടെമ്പിളാണ്. 6 ഗ്രിഡ് റെഫറൻസ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. എന്താണ്? വലിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്ഥാനനിർണ്ണയം ചെയ്യുന്നത്? 4 ഗ്രിഡ് റെഫറൻസും. ചെറിയ ഒബ്ജക്റ്റുകൾ ഇപ്പോൾ വെല്ലെന്നൊക്കെ പറഞ്ഞാൽ വലിയതാണ്, പക്ഷെ നമ്മൾ ടോപ്പോ ഷീറ്റ്സിൽ ചെറിയ സിമ്പിൾ വെച്ചേ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. അതിന് നമ്മൾ 6 ഗ്രിഡ് റെഫറൻസും ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്താണെന്ന് നോക്കാം. In the 4 figure grid reference, the value of easting to the immediate left of the feature is to be written first. ഇവിടെ നോക്കിക്കേ, 4 ഗ്രിഡ് റെഫറൻസിൽ എങ്ങനെയാണ്? അഥവാ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിൽ ഈസ്റ്റിങ്ങിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂ ആണ് ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞ് നോർത്തിങ്ങിൻ്റെ സൗത്ത് ഭാഗത്തുള്ള വാല്യൂ, തൊട്ടടുത്തുള്ള വാല്യൂ ആണ് എഴുതുക. അതായത് 4 റെഫറൻസിലൂടെ സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ ആദ്യം ഭൂസവിശേഷതകളുടെ, ഇപ്പോൾ ഉദാഹരണം തടാകമാണെങ്കിൽ തൊട്ട് ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് ആദ്യം എഴുതേണ്ടത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് നോർത്തിങ്സിൻ്റെ മൂല്യം എഴുതേണ്ടത്. സൗത്തിലുള്ള, തൊട്ടടുത്തുള്ള സൗത്ത് ഡയറക്ഷനിലുള്ള നോർത്തിങ്സിൻ്റെ മൂല്യം എഴുതുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഗ്രിഡ് റെഫറൻസ് വെച്ച് നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ, ഒരു വസ്തുവിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാം. ഇവിടെ നോക്കിയേ, ഒരു പൂൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു തടാകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു വലിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഏത് ഗ്രിഡ് റെഫറൻസ് ഉപയോഗിക്കണം സ്ഥാനനിർണ്ണയത്തിന്? അതെ, 4 ഗ്രിഡ് റെഫറൻസ് ആണ്, 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കേണ്ട മെത്തേഡ്സ് 2 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ എഴുതേണ്ടത്
ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ ആണ്. ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നതിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂ ആയിരിക്കണം. തൊട്ട് ലെഫ്റ്റിൽ താഴെ കാണുന്ന വാല്യൂ ആണ് ഈസ്റ്റിങ്ങിന് നമ്മൾ എടുക്കേണ്ടത്. നോർത്തിങ്സിനോ അത് കഴിഞ്ഞതിന് നോർത്തിങ്സിൻ്റെ വാല്യൂ എഴുതാവൂ. നോർത്തിങ്ങിന് ആ ഒബ്ജക്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള സൗത്ത് ഡയറക്ഷനിലുള്ള വാല്യൂയും എഴുതണം. നമുക്കപ്പോൾ ഒന്ന് നോക്കിയാലോ, ഈ പൂളിൻ്റെ സ്ഥാനം ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് ഏതൊക്കെയാണ് നോർത്തിങ്സ്, ഈസ്റ്റിങ്, ആ ലൈൻസ് മറന്നു പോകരുത് കേട്ടോ. ഇവിടെ നോക്കുക, ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് എങ്ങനെയാ ലൈൻസ് വരിക പറഞ്ഞു നോക്കിക്കേ. അതെ, ഇങ്ങനെയുള്ള ലൈൻസിനെയാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുക. ഓക്കെ, നോർത്തിങ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർത്തിങ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഫസ്റ്റ് നമ്മൾ ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ എഴുതണം. ഈസ്റ്റിങ്സ് നോക്കിക്കേ, നമ്മുടെ ഒബ്ജക്റ്റ് ഇതാണ്. തൊട്ട് ലെഫ്റ്റിൽ ഉള്ള വാല്യൂ ഏതാ, 52. നമ്മൾ 52 എഴുതി. ഇനി പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, സൗത്ത് ഡയറക്ഷനിലുള്ള തൊട്ട് താഴെയുള്ള ഏത് വാല്യൂ എഴുതണം, നോർത്തിങ്സിൻ്റെ വാല്യൂ. നോർത്തിങ്സ് പോണത് 18, 19, 20 മേലിട്ടാണ്. ഇപ്പം തൊട്ട് താഴെ ഒബ്ജക്റ്റിൻ്റെ തൊട്ട് താഴെ വന്ന സൗത്ത് ഡയറക്ഷനിലുള്ള വാല്യൂ ഏതാ, യെസ് 18 ആണ്. അപ്പോൾ നമ്മൾ 52, 18 എഴുതി. ക്ലിയർ ആണല്ലോ അല്ലേ? ഇതും റൈറ്റ് നോക്കിയാലും കുഴപ്പമില്ല, ഇതും സൗത്ത് ഡയറക്ഷനിൽ തന്നെയാണ്. ഏതാ എളുപ്പം എന്ന് വെച്ചാൽ രണ്ട് വൈ ആക്സിസിലും വാല്യൂ നോർത്തിങ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ ഇതെടുക്കുക. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ തൊട്ട് താഴെ ലെഫ്റ്റിൽ ഈസ്റ്റിങ്ങും തൊട്ട് താഴെ സൗത്ത് ഡയറക്ഷനിലുള്ളത് എന്തെടുക്കണം, നോർത്തിങ്സും എടുക്കണം. അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഈ വാല്യൂ എങ്ങനെ വായിക്കാം, 52, 18. ഇനി ഈ വാല്യൂ എഴുതുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കോമയോ കുത്തോ ഒന്നും ഇടാൻ പാടില്ല, വെറുതെ ഡിജിറ്റ് എഴുതാനേ പാടുള്ളൂ. ഇനി നമുക്ക് നോക്കാം, 6 ഫിഗർ 4 അല്ല 6 ആണ്. ഓക്കെ, 6 ഫിഗർ 6 ആണ്. 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്താന്ന് നോക്കാം. റിലേറ്റീവ്ലി സ്മോളർ ജോഗ്രഫിക് ഫീച്ചേഴ്സ് ആർ ജനറലി ലൊക്കേറ്റഡ് ത്രൂ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു അല്ലേ, ചെറിയ ഒബ്ജക്റ്റ്, അതായത് നമ്മൾ സിംബോളിക്കലി ചെറിയ സൈൻസ് ഉപയോഗിക്കുന്നതിനെയാണ്, സിമ്പിൾസ് ഉപയോഗിക്കുന്നതിന് ഏത് റെഫറൻസ് ആണ് ഉപയോഗിക്കുക, അതെ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ while determining the location of the geographical features, the value of easting to the left of is to be written first. എന്താ പറഞ്ഞിരിക്കുന്നത്, 6 ഗ്രിഡ് റെഫറൻസിലൂടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുഴൽക്കിണർ എടുക്കുകയാണെങ്കിൽ, കുഴൽക്കിണറിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്, ഒരു ചെറിയ ട്രയാങ്കിൾ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ കുഴൽക്കിണറിൻ്റെ ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ മൂല്യം ആദ്യം എഴുതണം. എന്താ എഴുതേണ്ടത്, ലെഫ്റ്റ്. എപ്പോഴും ഏതൊരു ഒബ്ജക്റ്റ് ചെറുതായാലും വലുതായാലും എന്താണ്, ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ലെഫ്റ്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ദെൻ ഇപ്പോൾ ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ വീണ്ടും ചെയ്യണം, ദെൻ ഡിവൈഡ് ദ ഏരിയ അപ് ടു ദ നെക്സ്റ്റ് ഈസ്റ്റിംഗ് ടു 10 ഈക്വൽ പാർട്സ്. എന്താ, കുഴൽക്കിണർ സിമ്പിൾ ഒബ്ജക്റ്റ് ആണ് അല്ലേ, അപ്പോൾ അത് 6 ഗ്രിഡ് റെഫറൻസ് ആണ്, 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എത്ര ഡിജിറ്റ് വരും, 6 ഡിജിറ്റ് വരും. അതെങ്ങനെയാണെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അതിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യണം, 10 ഈക്വൽ പാർട്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യണം. Then find the exact division on which the geographical features is located. Write it next to the value of easting already found. അതായത് എന്നിട്ട് 10 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു. ആ ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് ലൈൻ ഏതാണോ വരുന്നത് അതിൻ്റെ തൊട്ട് ലെഫ്റ്റുള്ള ലൈനായിരിക്കണം നമ്മൾ എന്തായിരിക്കും എടുക്കുക, അതിൻ്റെ ലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നോക്കിയേ, റൈറ്റ് ദ വാല്യൂ ഓഫ് നോർത്തിങ് ജസ്റ്റ് ബിലോ ദ ഫീച്ചർ എലോങ് വിത്ത് ദ ഈസ്റ്റിങ്സ് വാല്യൂ. എന്താ പറഞ്ഞിരിക്കുന്നത്, കുഴൽക്കിണറിൻ്റെ തൊട്ട് തെക്കായി കാണുന്ന നോർത്തിങ്സിൻ്റെ മൂല്യം നേരത്തെ കണ്ടെത്തിയ ഈസ്റ്റിങ്സിൻ്റെ മൂല്യങ്ങളോടൊപ്പം
ചേർത്ത് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇങ്ങനെ തിയറി പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മക്കൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പേടിക്കേണ്ട. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ടീച്ചർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നോക്കിയേ. ഡിവൈഡ് ദ ഏരിയ അപ് ടു ദ നെക്സ്റ്റ് നോർത്തിങ് ആസ് ബീയിങ് ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. എന്താ പറഞ്ഞത്? ഈസ്റ്റിങ് ചെയ്തോണം. നോർത്തിങ്സിൻ്റെ വാല്യൂ എഴുതിയിട്ട് അവിടെയും എന്താ ഇൻ ബിറ്റ്വീൻ നോർത്തിങ്സിൻ്റെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ അവിടെയും 10 ഈക്വൽ പാർട്സ് ആയിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് ആ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പേടിക്കേണ്ട, ഒരു എക്സാമ്പിൾ മുഖേന ടീച്ചർ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ട്യൂബ് വെല്ലിൻ്റെ സ്ഥാനം നോക്കാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ട്യൂബ് വെൽ ഇൻ ദ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ്? ഓക്കെ, നോക്കുക. ഈ ട്യൂബ് വെല്ലിൻ്റെ സ്ഥാനം ഡിറ്റർമൈൻ ചെയ്യാം. നമ്മളപ്പോൾ പഠിച്ചു, ഒരു സിമ്പിൾ ചെറിയ സിമ്പിൾസ് ആണെങ്കിൽ ഏത് ഗ്രിഡ് റെഫറൻസ് യൂസ് ചെയ്യണം എന്നാ പറഞ്ഞേ? അതെ, 6 ഗ്രിഡ് റെഫറൻസ്, അതായത് 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ഗ്രിഡ് റെഫറൻസിലേക്ക് നോക്കിക്കേ. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റിംഗ് വാല്യൂ നോർത്തിങ് വാല്യൂ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ഈസ്റ്റിംഗ് വാല്യൂ നോക്കാം. 14, 15, 16 ഇതാണ് ഏത് വാല്യൂ? ഈസ്റ്റിംഗ് വാല്യൂ. ഇനി നോർത്തിങ് വാല്യൂ തന്നിരിക്കുന്ന ഏതൊക്കെയാ? നോർത്തിങ് വാല്യൂ നോക്കിക്കേ. വൈ ആക്സിസിൽ ലെഫ്റ്റിലും റൈറ്റിലും തന്നിട്ടുണ്ട്. ഏത് വാല്യൂ വേണമെങ്കിലും നോർത്തിങ്ങിൽ എടുക്കുക കേട്ടോ. സെയിം തന്നെയാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് നോർത്തിങ് വാല്യൂ? 75, 76, 77. ഇത്രയും ക്ലിയർ ആയല്ലോ? ഈസ്റ്റിംഗ് നോർത്തിങ് വാല്യൂസ് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഒബ്ജക്റ്റിലേക്ക് നോക്കിക്കേ. ഒബ്ജക്റ്റ് സിമ്പിൾ. ഇത് ട്യൂബ് വെല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഷെയ്ഡഡ് പോർഷനിലാണ് ട്യൂബ് വെല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക. ഒബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഈസ്റ്റിംഗ് വാല്യൂ എടുക്കണമെന്ന്. ലെഫ്റ്റിലുള്ള ഈസ്റ്റിംഗ് വാല്യൂ, ഒബ്ജക്റ്റ് ഇവിടെയാണ്, ലെഫ്റ്റ് ഇതാണ്. ലെഫ്റ്റിലുള്ള വാല്യൂ എത്രയാ? 15 അല്ലേ? 15 ആണ്. ഇനി നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? 6 ഗ്രിഡ് റെഫറൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? നമ്മൾ ഈസ്റ്റിംഗ് വാല്യൂ എഴുതിയതിന് ശേഷം സ്മോൾ സിമ്പിൾസ് ആണെങ്കിൽ വീണ്ടും ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന 2 ഇൻ ബിറ്റ്വീൻ ഇവിടെ എത്രയായിരുന്നു? 15 അല്ലേ? ഇവിടെ 16. അതിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ടീച്ചർ 10 ഈക്വൽ പാർട്സ് ആക്കാൻ പോവുകയാണേ. 1, 2, 3, 4, 5. Then 6, 7, 8, 9. ഇവിടെ 10. ക്ലിയർ ആയല്ലോ? 10 ഈക്വൽ പാർട്സ് ആക്കി. ഇനി സ്മോൾ ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് സബ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ഇനി നോക്കുക. ഈ ഒബ്ജക്റ്റിൽ എക്സാക്റ്റ് എവിടെയായിട്ടാണ് ഒബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യണത് ഇത് വന്നേക്കുന്നത്? യെസ്, 5ലാണ് അല്ലേ? അപ്പം നമ്മളിവിടെ നമ്പറിങ് 1, 2, 3, 4, 5 കൊടുക്കുകയാണെങ്കിൽ ഇത് എവിടെ വന്നിരിക്കുന്നത്? 5ലാണ്. അപ്പോൾ 15, 5. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് എഴുതിയത് ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ എഴുതി. ഈസ്റ്റിങ്ങിൻ്റെ സ്മോൾ ഒബ്ജക്റ്റ് ആയാൽ എക്സാക്റ്റ് പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ ഈസ്റ്റിങ്ങിൻ്റെ ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ലെഫ്റ്റിലെയും റൈറ്റിലെയും വാല്യൂവിനെ 10 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു. 10 സബ് ഡിവിഷൻ ചെയ്തു. എന്നിട്ട് ഒബ്ജക്റ്റിൻ്റെ നേരെ താഴെ വരുന്ന വാല്യൂ എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് നോർത്തിങ്ങിൻ്റെ വാല്യൂ എഴുതണം. നോർത്തിങ്ങിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സൗത്ത് വശത്ത് അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് വരുന്ന വാല്യൂ ഇവിടെ എത്രയാണ്? യെസ്, 76 ആണ് അല്ലേ? 76 എഴുതി. നോക്കണേ, നോർത്തിങ് വാല്യൂ ഒബ്ജക്റ്റ് ഇരിക്കുന്നതിൻ്റെ സൗത്ത് ഡയറക്ഷൻ, സൗത്ത് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് വരും അല്ലേ? 76 എഴുതി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സബ് ഡിവൈഡ് ചെയ്യണം. ഈ ഒബ്ജക്റ്റിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ അറിയാൻ വേണ്ടിയാണ് ഈ നോർത്തിങ് വാല്യൂസിനെ വീണ്ടും നമ്മൾ 10 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യണം. സബ് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണേ. അതായത് 1, 2, 3, 4, 5,
ഓക്കെ, ഒരു 1 സെക്കൻഡ്. ടീച്ചർ ഈ ഡയറക്ഷനിൽ കൊടുക്കാം, ഈ ഡയറക്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ രണ്ട് സൈഡ് ആകുമ്പോൾ കൺഫ്യൂഷനാകും. ഇവിടെ നോക്കി, ഇവിടെ ആദ്യം നമ്മൾ 10 ആക്കി കൊടുത്തായിരുന്നു. 1 2 3 4 5 6 7 8 9 യെസ് 10. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 5 വന്നു, ഇവിടെ ഏകദേശം വരും 6 വരും. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് വാല്യൂ എഴുതാം? ആദ്യം നമ്മൾ 15 എഴുതി, ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ എഴുതി 15. പിന്നെ ഇവിടെ എത്രയായിരുന്നു? യെസ് 5 ആയിരുന്നു അല്ലേ? ഈസ്റ്റിംഗ് വാല്യൂ. പിന്നെ ഈസ്റ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ആ ഒബ്ജക്റ്റ് ഒരു ചെറിയ പോർഷനിൽ, അതുകൊണ്ടാണ് ഈസ്റ്റിങ്ങിൻ്റെ ഇടയ്ക്ക് വീണ്ടും 10 സബ് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് പൊസിഷൻ 5. ഇനി നോർത്തിങ്ങിൻ്റെ വാല്യൂ നോക്കിക്കേ, ഒബ്ജക്റ്റിൻ്റെ താഴെ സൗത്തിലായിട്ട് 76 അല്ലേ? ഇനി ഇതിനെ 10 സബ് ഡിവൈഡ് ചെയ്തു, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇൻ ബിറ്റ്വീൻ ഏകദേശം 6 വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ. ഈ ഒബ്ജക്റ്റിൻ്റെ വാല്യൂ എത്ര വരും? 155 766. ഓക്കെ, ഇത് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 6. അതുകൊണ്ടാണ് ഇവയെ എന്ത് പറയുക? 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ ട്യൂബ് വെല്ലിൻ്റെ പൊസിഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു പിക്ചർ നോക്കി ഒന്നുകൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മുടെ ഈസ്റ്റിംഗ് വാല്യൂ എത്രയാണ്? ഒബ്ജക്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള ഈസ്റ്റിംഗ് വാല്യൂ എത്രയാണ്? 15 ആണ് അല്ലേ? നമ്മൾ 15 എഴുതി. ഇനി ആ ഈസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതിൻ്റെ ലെഫ്റ്റും റൈറ്റിലുള്ള ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂവിന് ഇടയ്ക്ക് 10 സബ് ഡിവൈഡ് ചെയ്തത് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഈ ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാനാണ്. അപ്പോൾ ഏകദേശം എത്രയായിരിക്കും ഇവിടെ വാല്യൂ വരിക? ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ആ വാല്യൂ എഴുതണം. ഇവിടെ എത്ര വന്നു? 5 അല്ലേ? ഇനി എഴുതേണ്ടത് നോർത്തിങ്ങിൻ്റെ വാല്യൂ. എന്താ നോർത്തിങ്ങിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ എഴുതുക? അതായത് ഒബ്ജക്റ്റ് ഇരിക്കുന്നതിൻ്റെ സൗത്ത് ഡയറക്ഷനിൽ തൊട്ട് താഴെയായിട്ടുള്ള വാല്യൂ. നോർത്തിങ്സിൻ്റെ വാല്യൂ മേലിട്ടാണ് പോകുന്നത്. ഇവിടെ നോക്കിക്കേ, എത്രയാണ് വാല്യൂ വന്നിരിക്കുന്നത്? 76 ആണ്. ഒബ്ജക്റ്റിൻ്റെ തൊട്ട് താഴെ സൗത്തിൽ 76 ആണ് അല്ലേ? ഇനി നോക്കിയേ, അടുത്ത സ്റ്റെപ്പ് എന്താ? യെസ്, നോർത്തിങ്ങിൻ്റെ ഇൻ ബിറ്റ്വീൻ, ഒബ്ജക്റ്റ് ഇരിക്കുന്ന നോർത്തിങ്ങിൻ്റെ ഇൻ ബിറ്റ്വീൻ വീണ്ടും 10 സബ് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഏകദേശം ഈ ഒബ്ജക്റ്റിൻ്റെ നേരെ വരച്ച് നോക്കിയേ, എവിടെ വരും? 6 വരും. കണ്ടോ? അപ്പോൾ വാല്യൂ 155 766. ഇതാണ് ഈ ട്യൂബ് വെല്ലിൻ്റെ വാല്യൂ. 6 ഡിജിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുക? 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുക. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നമുക്ക് കോണ്ടൂർ ലൈൻസ്, കോണ്ടൂർ രേഖകൾ എന്താണെന്ന് നോക്കാം. നോക്കിയേ, കോണ്ടൂർ ആർ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ഓൺ മാപ്സ് കണക്റ്റിംഗ് ദോസ് പ്ലേസസ് ഹാവിങ് ഈക്വൽ എലിവേഷൻ ഫ്രം ദ സീ ലെവൽ. അതായത് സീ ലെവലിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള പ്രദേശങ്ങളെ വരയ്ക്കാൻ വേണ്ടിയാണ്, അവയുടെ ഹൈറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുക? കോണ്ടൂർ ലൈൻസ് വരയ്ക്കുന്നത്. ഇതൊരു ഇമാജിനറി ലൈൻസ് ആണ്, സാങ്കല്പിക രേഖയാണ്. ദ റെസ്പെക്റ്റീവ് ഓൾട്ടിറ്റ്യൂഡ് വിൽ ബി മാർക്ക്ഡ് വിത്ത് ഈച്ച് കോണ്ടൂർ ലൈൻ. അതിൽ ഓരോ കോണ്ടൂർ ലൈനിലും അവയുടെ ഹൈറ്റ് എത്രയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കും. ദീസ് ആർ കോൾഡ് കോണ്ടൂർ വാല്യൂസ്. അവയെ എന്തുകൂടി പറയും? കോണ്ടൂർ വാല്യൂസ് എന്ന് പറയും. അതായത് ഓരോ കോണ്ടൂർ ലൈനിലും അതിൻ്റെ വാല്യൂ, മൂല്യം കൊടുത്തിരിക്കും. അതിന് പറയുന്ന പേരാണ് എന്ത്? കോണ്ടൂർ വാല്യൂസ് എന്ന്. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് എന്ത് പറയുക? കോണ്ടൂർ രേഖകൾ എന്ന് പറയുക. ഇപ്പോൾ നോക്കുക, ഇതിപ്പോൾ സീ ലെവലാണെങ്കിൽ, ഇതിപ്പോൾ സീ ലെവലിൽ നിന്നൊരു എന്താ പറയുക, ഒരു വലിയ ഉയർന്ന പ്രദേശം. ഓക്കെ, ആ ഉയർന്ന പ്രദേശത്തിൽ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വാല്യൂ, കോണ്ടൂർ വാല്യൂസ്
ഹൈറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാല്യൂ കൊടുക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ഉയർന്ന പ്രദേശത്തിൻ്റെ ഹൈറ്റാണ്. 100, 200, 300, 400 അല്ലേ? ഇങ്ങനെ ഹൈറ്റ് കൊടുക്കുകയും ഇതിനെങ്ങനെയാണ് ഈ കോണ്ടൂർ ലൈൻസ് ഇങ്ങനെയായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഒരു എൻസർക്കിളായിട്ടാണ് ഇങ്ങനെ, കണ്ടോ? ഇങ്ങനെയാണ്. ഇതൊരു സാങ്കല്പിക രേഖയാണ്. ഇതിനെയാണ് എന്ത് പറയുക? കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. ഒരു ഇമാജിനറി ലൈൻ. എന്താണ് കോണ്ടൂർ ലൈൻസിൻ്റെ ഉപയോഗം? എന്താ മെയിനായിട്ട്? അതായത് സീ ലെവലിൽ നിന്ന് ഉയർന്നു കിടക്കുന്ന പ്രദേശങ്ങളുടെ ഹൈറ്റ്, ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും അവയുടെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യാനും, അതുപോലെ സ്ലോപ്പ്, നേരെ കുത്തനെയുള്ള സ്ലോപ്പാണോ ചരിഞ്ഞ സ്ലോപ്പാണോ, ഇവയൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുക? കോണ്ടൂർ ലൈൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയായിരിക്കും. ഏകദേശം ഒരേ ഹൈറ്റ്, ഒരേ ഓൾട്ടിറ്റ്യൂഡുള്ള പ്രദേശങ്ങൾ. എവിടെ നിന്നും? സമുദ്രനിരത്തിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളിലെ ഹൈറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുക? കോണ്ടൂർ ലൈൻസ് എന്ന് ഉപയോഗിക്കുന്നത്. അതും വെറും സാങ്കല്പിക രേഖയാണ്. ഇവിടെ നോക്കിക്കേ, കോണ്ടൂർ ലൈൻസിൻ്റെ പിക്ചറാണ്. ഒരു സ്ഥലത്തെ കോണ്ടൂർ ലൈനിൻ്റെ ഈ 100, 200, 300, 400 എന്ന് കൊടുത്തിരിക്കുന്നത് അവയുടെ ഹൈറ്റാണ്. മേളിലേക്ക് പോകുന്തോറും അവയുടെ ഹൈറ്റ് മെഷർ ചെയ്തിരിക്കുന്നതാണ്. അതിനെ കോണ്ടൂർ വാല്യൂസ് എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? ഇത്രയും. അതുപോലെ ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ റെപ്രസെൻറ്റ് സ്റ്റീപ്പ് സ്ലോപ്സ് ആൻഡ് വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് റെപ്രസെൻറ്റ് ജെൻറ്റിൽ സ്ലോപ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്തടുത്തുള്ള ഇപ്പോൾ കോണ്ടൂർ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ നോക്കിയേ, കോണ്ടൂർ ലൈൻസ് ഈ കോണ്ടൂർ ലൈൻസിൽ അടുത്തടുത്തായി വരുന്ന കോണ്ടൂർ രേഖകൾ ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചരിവിനെ കാണിക്കുന്നു. ഇവിടെയൊക്കെ നോക്കിക്കേ, അടുത്തടുത്തായിട്ടല്ലേ കോണ്ടൂർ ലൈൻസ് വന്നിരിക്കുന്നത്. അത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചരിവിനെ കാണിക്കുന്നു. അകന്നകന്ന് പോകുന്തോറും എന്താ സംഭവിക്കുക? ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചരിവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ മക്കളെ. കാരണം അടുത്തടുത്താണെങ്കിൽ കോണ്ടൂർ ലൈൻസ് അടുത്തടുത്താണെങ്കിൽ എങ്ങനെയായിരിക്കും? യെസ്, കുത്തനെയുള്ള ചരിവ്. ആ ഭൂപ്രദേശത്തിലെ കുത്തനെയുള്ള ചരിവിനെ ആയിരിക്കും. ഇത് അകലെ സ്പേസ് ഉണ്ട്, കോണ്ടൂർ ലൈൻ ഇൻ ബിറ്റ്വീൻ സ്പേസ് ഉണ്ടെങ്കിൽ അത് എന്താ സൂചിപ്പിക്കുക? അത് സൂചിപ്പിക്കുന്നത് ചെറിയ ചരിവിനെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഒരു പ്രദേശം ടീച്ചർ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു പ്രദേശത്തിൻ്റെ ഈ പ്ലേസ് നോക്കി, ഇവിടെ കുത്തനെയുള്ള ചരിവാണ് അല്ലേ? ഇങ്ങനെയുള്ള ചരിവുള്ളിടത്ത് കോണ്ടൂർ ലൈൻസ് എങ്ങനെയായിരിക്കും? അടുത്തടുത്തായിരിക്കും. ഈ ഡയറക്ഷൻ നോക്കിക്കേ, ചെറിയൊരു ചരിവേ ഉള്ളൂ. അവിടുത്തെ കോണ്ടൂർ ലൈൻസ് എങ്ങനെയായിരിക്കും? അകന്നകന്നായിരിക്കും ഇരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഈ കോണ്ടൂർ ലൈൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The following 3 things can be assessed from the contour lines in topographic maps. അതായത് ടോപ്പോഗ്രാഫിക് മാപ്സിൽ കോണ്ടൂർ ലൈൻസിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്. എന്താണ്? ഭൂപ്രദേശത്തിൻ്റെ ഉയരം. ആ പ്ലേസിൻ്റെ അല്ലെങ്കിൽ ആ ഭൂമിയുടെ സർഫസിൻ്റെ എത്രമാത്രം ഉയരമുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നേച്ചർ ഓഫ് ദ സ്ലോപ്പ്. പിന്നെയോ ചരിവിൻ്റെ സ്വഭാവം. എത്രമാത്രം ചരിവ് നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തുള്ളൂ അല്ലേ? അടുത്തടുത്തുള്ള കോണ്ടൂർ ലൈൻസ് ആണെങ്കിൽ നേരെ കുത്തനെയായിരിക്കും ചരിവ്. അകലെയുള്ള കോണ്ടൂർ ലൈൻസ് ആണെങ്കിൽ വളരെ ചെറിയ ചരിവായിരിക്കും. അതുപോലെ ഷേപ്പ് ഓഫ് ദ ലാൻഡ് ഫോം. എന്തും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ആ ഭൂപ്രദേശത്തിൻ്റെ ആകൃതി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് മെയിനായിട്ടുള്ള യൂസസ്. അപ്പോൾ മറന്നു പോകരുത്. എന്തൊക്കെയാണ്? ഹൈറ്റ്. ആ പ്രദേശത്തിൻ്റെ സീ ലെവലിൽ നിന്ന് എത്രമാത്രം ഹൈറ്റ് ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാം. അതിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യാം. പിന്നെയോ
അതിൻ്റെ സ്ലോപ്പ് നേരെ കുത്തനെയാണോ ചെറിയ ചെരിവുള്ള സ്ലോപ്പാണോ എന്നെല്ലാം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാം കോണ്ടൂർ ഇൻ്റർവെൽസ് എന്താണെന്ന് നോക്കാം. The contour intervals of a topo sheets in 1:50,000 scale is generally 20 meters. അതായത് ടോപ്പോ ഷീറ്റിലെ കോണ്ടൂർ ലൈൻസ് റേഷ്യോ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 1:50,000 ആണ്. അതിൽ എത്രയായിരിക്കും കോണ്ടൂർ ഇൻ്റർവെൽസ് എന്ന് വെച്ചാൽ ഓരോ കോണ്ടൂർ ലൈൻ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കോണ്ടൂർ ഇൻ്റർവെൽസ് എന്ന് പറയുക. അത് എത്രയായിരിക്കും? 20 മീറ്റേഴ്സ് ആയിരിക്കും. ബൈ അനലൈസിങ് ദ വാല്യൂ ഓഫ് കോണ്ടൂർസ്, ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് പ്ലേസസ് റെപ്രസെൻറ്റഡ് ഇൻ ദ മാപ്പ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലീഫ് ഓഫ് എലിവേറ്റഡ് ലാൻഡ് ഫോംസ്, കോണ്ടൂർസ് വിത്ത് 100 മീറ്റർ ഇൻ്റർവെൽസ് ആർ യൂസ്ഡ്. പക്ഷേ ഉയർന്ന പ്രദേശങ്ങളിൽ എങ്ങനെയായിരിക്കും കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ്? 100 മീറ്റർ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 20 മീറ്റേഴ്സ് ടോപ്പോ ഷീറ്റ്സിൽ സാധാരണ അതിൻ്റെ റേഷ്യോ വന്നിരിക്കുന്ന 1:50,000 റേഷ്യോയിൽ എത്രയായിരിക്കും ഈ കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ്? 20 മീറ്റർ ആയിരിക്കും അല്ലേ? പക്ഷേ ഉയർന്ന പ്രദേശങ്ങളിൽ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് തമ്മിലുള്ള കോണ്ടൂർ ലൈൻസ്, ആ ലൈനുകൾ തമ്മിലുള്ള വാല്യൂവിൻ്റെ ഡിഫറൻസിനെയാണ്, അടുത്തടുത്ത് കിടക്കുന്ന കോണ്ടൂർ ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? കോണ്ടൂർ ഇൻ്റർവെൽ. അത് ഉയർന്ന പ്രദേശത്താണെങ്കിൽ എത്രയായിരിക്കും ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞേ? 100 മീറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു അല്ലേ കോണ്ടൂർ ലൈൻസ്. നോക്കിയേ, കോണ്ടൂർ ലൈൻസിൽ ഇവിടെ നോക്കുക, 100, 200, 300, 400 ഈ രണ്ട് സ്പേസ് തമ്മിലുള്ള കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് അതാണ്. തൊട്ടടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർ ലൈൻ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വാട്ട് വി കോൾ ദറ്റ് ഈസ് കോണ്ടൂർ ഇൻ്റർവെൽ. ഇവിടെ നോക്കി, ഉയർന്ന പ്രദേശത്താണെങ്കിൽ അത് എത്രയാണ് ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞാൽ 200ഉം 100ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 100 മീറ്റർ അല്ലേ? അപ്പോൾ ഉയർന്ന പ്രദേശത്താണെങ്കിൽ ഈ കോണ്ടൂർ ഇൻ്റർവെലിൻ്റെ ഡിഫറൻസ് എത്രയായിരിക്കും എന്നാണ് പറഞ്ഞത്? 100 മീറ്റർ ആയിരിക്കും അവയുടെ ഡിഫറൻസ്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇവിടെ നോക്കിയേ, ഈ പിക്ചറിൽ സീ ലെവലിൽ നിന്ന് കുറച്ച് ഉയർന്നു കിടക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ കോണ്ടൂർ ലൈൻസ് വരച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കിയ ഒരു ചെറിയ കുന്നാണ് അല്ലേ? അവയുടെ ഹൈറ്റ് നോക്കിക്കേ, മേലേക്ക് പോകുന്തോറും ഇവിടെ 100, 200, 300, 400, 500, 600 അങ്ങനെയാണ് പോകുന്നത്. അവയുടെ കോണ്ടൂർ ലൈൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ചെറിയ ഒരു മലയുടെ ഈ ഒരു ഹൈറ്റുള്ള കുന്നിൻ്റെ കോണ്ടൂർ ലൈൻസ് ആണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം നമ്മൾ പഠിച്ചു കോണ്ടൂർ ലൈൻസ് വെച്ച് നമുക്ക് എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഒരു ഭൂപ്രദേശത്തിലെ സീ ലെവലിൽ നിന്ന് എത്രമാത്രം ഹൈറ്റിലാണ് ആ പ്രദേശം കിടക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് എത്രമാത്രം കുത്തനെയാണ്, അതായത് ചെരിവ് കുറവാണോ വലുതാണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ 2 മെത്തേഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, ഫൈൻഡിങ് ദ ഷേപ്പ് ഓഫ് പ്ലേസസ് ഡയറക്ട്ലി ഫ്രം കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെയോ ഈ കോണ്ടൂർ ലൈൻസ് ട്രേസ് ഔട്ട് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ഹൈറ്റും അതുപോലെ ഷേപ്പും സ്ലോപ്പും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റ് നമുക്കിത് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഫൈൻഡിങ് ദ ഷേപ്പ് ഓഫ് പ്ലേസസ് ഡയറക്ട്ലി ഫ്രം കോണ്ടൂർ ലൈൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് കാണാം കോണ്ടൂർ ലൈൻസിൽ വാല്യൂസ് വന്നിട്ടുണ്ട് അല്ലേ? എന്താ വാല്യൂസ് വന്നിരിക്കുന്നത്? 500, 600, 700, 800, 900 and 1000. അപ്പോൾ ഈ ഒരു കോണ്ടൂർ ലൈൻസിൽ നിന്ന് നമുക്ക് ആ ഭൂപ്രദേശത്തിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് നിങ്ങളൊരു ചെറിയ പേപ്പർ സ്ട്രിപ്പ് എടുക്കുക. ഇവിടെ ഈ പിക്ചറിൽ കാണുമ്പോൾ ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്തു. അത് ആ കോണ്ടൂർ ലൈൻസിൻ്റെ നടുക്കായിട്ട് പൊസിഷൻ ചെയ്തു. കാണാലോ നിങ്ങൾക്ക്? അതിന് പേര് കൊടുത്തു എ ആൻഡ് ബി. എ ബി എന്ന് പേര് കൊടുത്തു. ആ കോണ്ടൂർ ലൈൻസിൻ്റെ മിഡിലായിട്ട് ആ പേപ്പർ വെച്ചു. ഇനി എന്ത് ചെയ്യണം? ആ കോണ്ടൂർ ലൈൻസിൽ നിന്ന് അതിൻ്റെ വാല്യൂ ഇതിലേക്ക് പകർത്തി എഴുതുക. നോക്കുക, ഇവിടെ നോക്കിയേ, 500, 600, 700,
800, 900, 1000. ഓക്കെ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കോണ്ടൂർ ലൈൻസ് ഇപ്പോൾ 500 ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ വാല്യൂം 500 ആണ്, ഇവിടെ 600, 700, 800, 900, 1000 നോക്കി ഇങ്ങനെ വന്ന് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും വാല്യൂ 1000 ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളൊരു പേപ്പർ സ്റ്റെപ്പ് വെച്ചു, കോണ്ടൂർ ലൈൻസിൻ്റെ വാല്യൂ പേപ്പർ സ്ട്രിപ്പിലേക്ക് പകർത്തി എഴുതി. ക്ലിയർ ആണല്ലോ അല്ലേ ഇത്രയും? ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ആ പേപ്പർ സ്ട്രിപ്സ് കൊണ്ടുവന്നത് നമ്മൾ എവിടെ വെച്ചു? എക്സ് ആക്സിസിൽ പൊസിഷൻ ചെയ്തു. വൈ ആക്സിസിൽ നമുക്കറിയാം ആ കോണ്ടൂർ ലൈൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ വാല്യൂ 500 തൊട്ട് 1000 വരെയാണ്. അപ്പോൾ വൈ ആക്സിസിന് നമ്മൾ എങ്ങനെ വാല്യൂ കൊടുത്തു? 500 to 1000. ഇവിടെ ശ്രദ്ധിക്കുക, ബോത്ത് സൈഡ്സിലും വൈ ആക്സിസിന് നമ്മൾ സെയിം വാല്യൂ കൊടുത്തിട്ടുണ്ട്. രണ്ട് വൈ ആക്സിസ് ആയിട്ടാണ് എടുത്തിട്ടാണ് 500 to 1000 വരെ റീഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് എക്സ് അക്ഷത്തിൽ നമ്മൾ ഈ പേപ്പർ സ്ട്രിപ്പ് വെച്ചു. ഇവിടെ നോക്കിക്കേ, 500ൻ്റെ വാല്യൂ വരുന്നത് ഏകദേശം, ടീച്ചർ കൈ കൊണ്ടൊന്ന് വരച്ച് കാണിക്കുകയാണ്, 500. അതുവേണം 600 മീറ്ററിൽ 600 വരെ നമ്മൾ ഡോട്ടർ ലൈൻ ഇട്ട് കൊടുക്കുക. 700 ഡോട്ടർ ലൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതുവേണം 800 നേരെ 800 വരെ ഡോട്ടർ ലൈൻ ഇട്ട് കൊടുക്കുക. ഏകദേശം ഇച്ചിരി കൈ കൊണ്ട് വരയ്ക്കണതിന് ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, അതുവേണം 900 നമ്മൾ ഡോട്ടർ ലൈൻ ഇട്ട് കൊടുത്തു. 1000ലും ഇങ്ങനെ ഡോട്ടർ ലൈൻ ഇട്ട് കൊടുത്തു. ഇതുപോലെ തന്നെ സെയിം ഇവിടെയും ചെയ്യാം. 500, 600, 700, 800, 900 അല്ലേ, 1000 ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പൊസിഷൻസ് എല്ലാം ഇങ്ങനെ സ്ലോപ്പിലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ പ്രദേശത്തിൻ്റെ ഏകദേശം ഷേപ്പ് നമുക്ക് കിട്ടും. ഇവിടെ നോക്കിക്കേ, ഇതാണ് എക്സാക്റ്റ് വരച്ചിട്ടുള്ള ഷേപ്പ്. അവർ കണ്ടല്ലോ. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രദേശത്തിൻ്റെ ഒരു ഷേപ്പ് വന്നില്ലേ. ഈ ഷേപ്പിൽ എത്രമാത്രം സ്ലോപ്പ് അതിലുണ്ട്. 1 സെക്കൻഡ് നോക്കിയേ, എത്രമാത്രം സ്ലോപ്പ് അതിലുണ്ടെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഷേപ്പ്, സ്ലോപ്പ്, ഓൾട്ടിറ്റ്യൂഡ്, അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് എത്രയുണ്ടെന്നും നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? അതുപോലെ നമുക്ക് സെക്കൻഡ് മെത്തേഡ് പഠിക്കാം. സെക്കൻഡ് മെത്തേഡ് എന്തായിരുന്നു? ഫൈൻഡിങ് ദ ഷേപ്പ് ബൈ ട്രേസിങ് ഔട്ട് ദ കോണ്ടൂർ ലൈൻസ്. അതായത് ഒരു കോണ്ടൂർ ലൈൻസ് അടിയിലൊരു പേപ്പർ വെച്ചിട്ട് നമ്മളത് ട്രേസ് ചെയ്തെടുക്കണം. ട്രേസ് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ അല്ലേ? ഒരു പേപ്പർ അടിയിൽ വെച്ചിട്ട് മേളിലത്തെ കോണ്ടൂർ ലൈൻസിലൂടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അടിയിലെ പേപ്പറിൽ ട്രേസ് ചെയ്ത് കിട്ടും. ആ ട്രേസ് ചെയ്ത് ഒന്നോടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പെൻസിൽ വെച്ച് വരയ്ക്കുക. അങ്ങനെ ട്രേസ് ചെയ്ത ഒരു പേപ്പറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു കോണ്ടൂർ ലൈൻസ് ട്രേസ് ചെയ്ത പേപ്പറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രേസിങ് മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇതുപോലെ തന്നെ ആ കോണ്ടൂർ ലൈൻസിന് ലെഫ്റ്റിൽ എയും റൈറ്റിൽ ബി എന്ന് പേര് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ മിഡിലിലൂടെ ഒരു വര വരയ്ക്കുക. ആ വരയിൽ കോണ്ടൂർ ലൈൻസിൻ്റെ എക്സാക്റ്റ് മിഡിലിൽ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സുകൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഒരു ക്രോസ് മാർക്ക് ഇട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. മനസ്സിലായോ? ക്രോസ് മാർക്ക് ഇങ്ങനെ കൊടുക്കുക. ഇവിടെ എല്ലാം ക്രോസ് മാർക്ക് ഇങ്ങനെ കൊടുക്കുക. ട്രേസിങ് മെത്തേഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ട്രേസ് ചെയ്യുക കോണ്ടൂർ ലൈൻസ്. മിഡിലിലൂടെ ഒരു വര വരച്ചു, ലെഫ്റ്റിൽ എ കൊടുത്തു, റൈറ്റിൽ ബി കൊടുത്തു. ആ ഫിഗറിൽ ആ വരയിൽ ടച്ച് ചെയ്യുന്ന സെൻറ്റർ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ മാർക്കിംഗ് കൊടുത്തു. ഇനി നോക്കിക്കേ, ഇതിൻ്റെ വാല്യൂസ് നോക്കുക. നമുക്ക് എത്രയൊക്കെ ഉണ്ട്? 100, 200, 300, 400, 500, 600 വരെ വാല്യൂസ് ഉണ്ട് അല്ലേ? ഇനി ഇതുപോലെ തന്നെ എക്സ് ആക്സിസിൽ
നമ്മൾ എ ബി പേര് കൊടുത്തു. വൈ ആക്സിസിൽ നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ 100 ആണ്, ഹയസ്റ്റ് വാല്യൂ 600 ആണ്. വൈ ആക്സിസ് 2 അക്ഷമായിട്ട് എടുത്തിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും നമ്മൾ 100 തുടങ്ങി 600 വരെ നമ്മൾ വാല്യൂ കൊടുത്തു. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കുക പിന്നെ എന്താ ചെയ്തതെന്ന് നോക്കുക. ഈ ട്രേസിങ് മെത്തേഡിൽ നമ്മൾ മേളിൽ നിന്ന് താഴോട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് ലൈൻസ്. ഇവിടെ നോക്കിക്കേ, ഈ ലൈൻ ഇതിൻ്റെ വാല്യൂ എത്രയാ? ഇതിൻ്റെ വാല്യൂ ഫസ്റ്റ് ലൈൻ്റെ വാല്യൂ 100 ആണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ലാസ്റ്റ് ഔട്ടർ കിടക്കുന്ന കോണ്ടൂർ ലൈൻസിൻ്റെ വാല്യൂ 100 ആണ്. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ 100ലേക്ക്, ടീച്ചർ വേറൊരു കളർ എടുക്കാം. ഓക്കെ, 100ലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ലൈൻ നോക്കിക്കേ. സെക്കൻഡ് ലൈൻ്റെ വാല്യൂ, ഈ കോണ്ടൂർ ലൈനിൻ്റെ വാല്യൂ എത്രയാണ്? 200 ആണ്. അപ്പം രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് ഇത് മാർക്ക് ചെയ്യും? 200ലേക്ക് മാർക്ക് ചെയ്യും. മനസ്സിലായോ? മൂന്നാമത്തെ കോണ്ടൂർ ലൈൻസിൻ്റെ വാല്യൂ എത്രയാ? അതെ, 300 ആണ്. ആ 300, ആ തേർഡ് പോയിന്റിൽ നിന്ന് 300ലേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നാലാമത്തെ ലൈനിൻ്റെ എത്രയായിരുന്നു? ഇവിടെ നോക്കിക്കേ, നെക്സ്റ്റ് ലൈനിൽ വരുന്നത് 400 ആണ് അല്ലേ. അപ്പോൾ 400ലേക്ക് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് എത്രയാ? 500ലേക്ക് മാർക്ക് ചെയ്തു. ലാസ്റ്റ് വരുന്നത് 600ലേക്ക് മാർക്ക് ചെയ്തു. അതുപോലെ ഈ സൈഡിലും ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത എല്ലാം ഒരു ക്രോസ് മാർക്ക് കൊണ്ട് ഇങ്ങനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ക്രോസ് മാർക്ക് ഇട്ട് കൊടുത്ത് വേഗം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്രോസ് മാർക്ക് കൊണ്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ ലൈനെല്ലാം ഒന്ന് യോജിച്ച് ഇങ്ങനെ വരച്ചാൽ മതി. ഒരു സ്ലോപ്പ് പോലെ യോജിച്ച് വരയ്ക്കുമ്പോൾ ഇവിടെയും നമുക്ക് ആ ഭൂപ്രദേശത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ? ഇതിൻ്റെ ഹൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ചെരിവ് നേരെ കുത്തനെയാണോ സ്ലോപ്പ് കുറവാണോ എന്നൊക്കെ ഈ പിക്ചറിൽ നോക്കും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് കോണ്ടൂർ ലൈൻസ്. സിമ്പിളാണ് കോണ്ടൂർ ലൈൻസ്. 2 മെത്തേഡിൽ ഭൂപ്രദേശത്തിൻ്റെ ഷേപ്പ് ഹൈറ്റൊക്കെ കണ്ടുപിടിക്കാം. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, 2 ട്രേസിങ് ഔട്ട് മെത്തേഡ്. ഓക്കെ, എൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ് കണ്ടുപിടിക്കാം, ഷേപ്പ് കണ്ടുപിടിക്കാം, അതുപോലെ അതിൻ്റെ സ്ലോപ്പും കണ്ടുപിടിക്കുക. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തായി നമുക്ക് നോക്കാം എന്താണ് ഇൻ്റർ വിസിബിലിറ്റി അസസ്മെൻറ്റ്. അതായത് ഒരേ പ്രതലത്തിലുള്ള നേർക്കാഴ്ച എന്നാണ് പറയുക മലയാളത്തിൽ. ഒരേ പ്രതലത്തിലുള്ള വ്യത്യസ്തങ്ങളായ വസ്തുക്കളെ നമുക്ക് ഏബിൾ ടു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നവയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ്റർ വിസിബിലിറ്റി എന്ന് പറയുക. ഈ ഇൻ്റർ വിസിബിലിറ്റി സാധാരണ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് അസസ്മെൻറ്റ് ബീങ് അപ്ലൈഡ് ഫോർ ഇറക്റ്റിംഗ് ഇലക്ട്രിക് പോസ്റ്റ്, മൊബൈൽ ടവേഴ്സ്, വയർലെസ് ട്രാൻസ്മിഷൻ ടവേഴ്സ് എക്സെട്ര. നോക്കി, വൈദ്യുതി പോസ്റ്റുകൾ, മൊബൈൽ ടവറുകൾ, വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിന് നേർക്കാഴ്ച സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരേ രേഖയിലാണോ, നമുക്ക് ഏബിൾ ടു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, നമുക്കൊരു കോണ്ടൂർ ലൈൻസ് തന്നിട്ടുണ്ട്. ആ കോണ്ടൂർ ലൈൻസ് നമ്മൾ പറഞ്ഞതുപോലെ എന്താ ഒരു പ്രദേശത്തിൻ്റെ ഷേപ്പ് കണ്ടുപിടിച്ചു. ഇനി നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇൻ്റർവിസിബിലിറ്റിയാണ്. നേർരേഖ കാഴ്ചയാണ് നമുക്ക് നമുക്ക് ഒരേ പ്രതലത്തിൽ നമ്മൾ പറഞ്ഞു ഇൻ്റർവിസിബിലിറ്റി മീൻസ് വാട്ട്? നമുക്ക് ഒരേ പ്രതലത്തിൽ 2 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏബിൾ ടു സീ, നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. അതപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് PQ, ടീച്ചർ ഒന്നോടെ അത് എഴുതുന്നൊക്കെ ക്ലിയർ ആവാൻ വേണ്ടി ഇവിടെ 2 ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, Pയും Qവും. ഇവിടെ 2 ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, Rഉം Sഉം. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ പിയിൽ നിന്ന് ഇവിടെ നമുക്ക് എന്താ പറയുക? പിയിൽ നിന്ന് ആറിലേക്ക് ഇൻ്റർവിസിബിൾ ആണോ? നമുക്ക് കാണാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം. ഈ കുന്നിൻ്റെ ലെഫ്റ്റ് സൈഡിൽ P എന്ന വ്യക്തിയും ഇവിടെ ആയിട്ട് R എന്ന വ്യക്തിയും നിൽക്കുകയാണ്. ഇവർക്ക് പരസ്പരം കാണാൻ സാധിക്കുമോ? ഇല്ല, അപ്പുറം ഇപ്പുറയാണ് അല്ലേ? അപ്പോൾ നോട്ട് ഇൻ്റർവിസിബിൾ ആണ്.
ഇവിടെ നോക്കിക്കേ, ഇവിടെ പി എന്നൊരു വ്യക്തിയും ഇവിടെ നമുക്കൊന്നറിയാം ക്യൂ എന്നൊരു വ്യക്തിയുണ്ട്. ഈ സൈഡിൽ ക്യൂ എന്നൊരു വ്യക്തിയുണ്ട്. ഇവിടെ ഇവർക്ക് തമ്മിൽ കാണാൻ സാധിക്കില്ലേ? ഒരേ പ്രതലത്തിലല്ലേ അല്ലേ? അപ്പോൾ അത് കാണാൻ സാധിക്കും. അവിടെ അപ്പോൾ എന്താണ്? ഇൻ്റർവിസിബിലിറ്റി പോസിബിളാണ്. പക്ഷേ പിയും ക്യൂവും കാണാൻ സാധിക്കും. പിയും ആറും അല്ലെങ്കിൽ പിയും എസും തമ്മിൽ കാണാൻ സാധിക്കുമോ? ഇവിടെ നോക്കിയേ, പിയും എസും കാണാൻ സാധിക്കുമോ? രണ്ട് വ്യക്തികളാണെന്ന് വിചാരിക്കുക, അപ്പുറം ഇപ്പുറയാണല്ലേ, കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഇൻ്റർവിസിബിലിറ്റി പോസിബിൾ അല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഇൻ്റർവിസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. അതായത് ഒരേ പ്രതലത്തിലാണെങ്കിൽ ആ ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഡിഫറെൻറ്റ് ഫേസിലാണെങ്കിൽ വി കനോട്ട് സീ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്കൊന്ന് ടോപ്പോ ഷീറ്റ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാം. ധരാതലീയ ഭൂപടത്തിൻ്റെ വിശകലനം എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ ഇതിന്? അതായത് ടോപ്പോ ഷീറ്റ്സിന് എന്തൊക്കെയുണ്ട്? ഒരു മാർജിനൽ ഇൻഫോർമേഷൻ ഉണ്ട്, ഓർ പ്രൈമറി ഇൻഫോർമേഷൻ. പിന്നെ എന്തൊക്കെ ടോപ്പോ ഷീറ്റിൽ കാണാം? ഫിസിക്കൽ ഓർ നാച്ചുറൽ ഫീച്ചേഴ്സ് അല്ലേ, അതായത് നാച്ചുറൽ തിങ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഓർ കൾച്ചറൽ ആൻഡ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ്, മനുഷ്യനിർമ്മിതമായ സംഭവങ്ങൾ ടോപ്പോ ഷീറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സ്റ്റഡി ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടോപ്പോ ഷീറ്റ്സ്. ഏതൊക്കെയാണ്? പ്രാഥമിക വിവരങ്ങൾ, ഭൗതിക സവിശേഷതകൾ, പിന്നെയോ സാംസ്കാരിക സവിശേഷതകൾ അഥവാ കൾച്ചറൽ ഓർ മാൻമെയ്ഡ് ഫീച്ചേഴ്സ്. ഇത്രയും കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഓരോന്ന് 1 by 1 ആയിട്ട് പഠിക്കാം. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം അടുത്തായിട്ട് എന്താണ് മാർജിനൽ ഇൻഫോർമേഷൻ ഓ പ്രൈമറി ഇൻഫോർമേഷൻ. അതായത് ഔട്ട്സൈഡ് ദ മാർജിൻ്റെ പുറത്ത് കുറച്ച് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഏതൊരു ഗ്രാഫിനും ഏതൊരു മാപ്പിനും ഔട്ട്സൈഡ് ഒരു മാർജിൻ ഉണ്ടാവും അല്ലേ? അതിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷനെയാണ് വാട്ട് വി കോൾ പ്രൈമറി ഇൻഫോർമേഷൻ ഓർ മാർജിനൽ ഇൻഫോർമേഷൻ എന്ന് പറയുക. ദി ജനറൽ ഇൻഫോർമേഷൻ given outside the margin in topographic map is known as marginal or primary information. എന്താ പറഞ്ഞിരിക്കുന്നത്? ധരാതലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളെയാണ് വാട്ട് വി കോൾ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പം നമുക്ക് നോക്കാം മാർജിനൽ ഇൻഫോർമേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. ഒരു ടോപ്പോ ഷീറ്റിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നെയിം ഓഫ് ദ പ്ലേസ് റെപ്രസെൻറ്റഡ്, ഏത് പ്ലേസിനെ കുറിച്ചാണ് പറയുന്നതെന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ ലോങ്റ്റ്യൂഡിനൽ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതുവേണം ഈസ്റ്റിംഗ് നോർത്തിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് വിവരം കൊടുത്തിട്ടുണ്ടാവും. സ്കെയിൽ ഓഫ് ദ മാപ്പിൻ്റെ ഒരു സ്കെയിൽ അഥവാ തോത് കൊടുത്തിട്ടുണ്ടായിരിക്കും. കോണ്ടൂർ ഇൻ്റർവെൽ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ പഠിച്ചു അല്ലേ, ആ ലൈനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കോണ്ടൂർ ലൈനുകൾ അടുത്തടുത്തുള്ള കോണ്ടൂർ ലൈനുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുക? കോണ്ടൂർ ഇൻ്റർവെൽ. അതെത്രയാണെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇയർ ഓഫ് സർവേ, ഏത് വർഷത്തെ സർവേയിലെ ടോപ്പോ ഷീറ്റാണെന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇയർ ഓഫ് പബ്ലിക്കേഷൻ, അതായത് ഏത് വർഷമാണ് ആ ടോപ്പോ ഷീറ്റ് പബ്ലിഷ് ചെയ്തതെന്ന് കൊടുത്തിട്ടുണ്ടാവും. ഏജൻസി ഇൻ ചാർജ് ഓഫ് സർവേ, ആ സർവേയിലെ ഏജൻസി ആരാന്നും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ത്രൂ മാർജിനൽ ഇൻഫോർമേഷൻ ഒരു ടോപ്പോ ഷീറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് കൾച്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാൻമെയ്ഡ് തിങ്സ് ആണ്. മാൻമെയ്ഡ് ഒബ്ജക്റ്റിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുക. കൾച്ചറൽ ഫീച്ചേഴ്സ് ആർ മാൻമെയ്ഡ് ഒബ്ജക്റ്റ് ഓൺ ടോപ്പോ ഷീറ്റ്. ടോപ്പോ ഷീറ്റിൽ മാൻമെയ്ഡ് ഒബ്ജക്റ്റിനെ കാണിച്ചിരിക്കുന്നവയാണ്, സിംബോളിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നവയാണ് എന്ത് പറയുക? കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുക. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. സെറ്റിൽമെൻറ്റ്സ്, പാർപ്പിടങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്, പലതരം റോഡുകൾ, ബൗണ്ടറീസ്, അതിർത്തികൾ, പ്ലേസസ് ഓഫ് വർഷിപ്പ്, ആരാധനാലയങ്ങൾ, അതുവേണം അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഉണ്ടാവും, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ബ്രിഡ്ജസ്, പാലങ്ങളുണ്ടാവും, വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്, കിണറുകൾ, കുഴൽക്കിണറുകൾ, ഇവയെല്ലാമാണ് എന്താ കൾച്ചറൽ ഫീച്ചേഴ്സിൽ പെടുന്നവ. ഏതൊക്കെയാണെന്ന് നോക്കാം. സാംസ്കാരിക സവിശേഷതകൾ,
ധരാതലീയ ഭൂപടങ്ങളിലെ ചില മനുഷ്യനിർമ്മിത സവിശേഷതകളെയാണ് എന്ത് പറയുക, സാംസ്കാരിക അല്ലെങ്കിൽ കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുക. ഏതൊക്കെയാണവ? പാർപ്പിടങ്ങൾ, വിവിധ തരം റോഡുകൾ, അതിർത്തികൾ, ആരാധനാലയങ്ങൾ, കൃഷിയിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പാലം, കിണർ, കുഴൽക്കിണർ തുടങ്ങിയവയാണ് കൾച്ചറൽ ഫീച്ചേഴ്സിൽ പെടുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തത് നമുക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ടോപ്പോ ഷീറ്റ്സ്. ടോപ്പോ ഷീറ്റിലെ ഫിസിക്കൽ ഫീച്ചേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാച്ചുറൽ തിങ്സ് ആണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുക. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ടർ ബോഡീസ് സച്ച് ആസ് റിവേഴ്സ്, സ്ട്രീംസ്, സ്പ്രിംഗ്, അതുപോലെ ഡിഫറെൻറ്റ് ലാൻഡ് ഫോം, ഇവയൊക്കെയാണ് എന്തിൽ പെടുക? ഫിസിക്കൽ ഫീച്ചേഴ്സിൽ പെടുന്നത്. എന്തൊക്കെയാണ്? ജലാശയങ്ങളിൽ ഏതൊക്കെയാണ്? നദി, അരുവി, നീരുറവ, അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാ? പല ഭൂപ്രദേശങ്ങൾ, ഇവയൊക്കെയാണ് നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ പെടുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? മെയിനായിട്ട് ടോപ്പോ ഷീറ്റ്സ്, അതിൻ്റെ യൂസസ് അല്ലേ, അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങൾ, അവയുടെ ഉപയോഗങ്ങൾ, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് പഠിച്ചു. പിന്നെയോ ഗ്രിഡ് റെഫറൻസ് പഠിച്ചു. എത്ര തരം ഗ്രിഡ് റെഫറൻസ് ഉണ്ടെന്നാണ് പഠിച്ചത്? 2 തരം. അവ ഏതൊക്കെയാണ്? 4 ഫിഗർ ഗ്രിഡ് റെഫറൻസും 6 ഫിഗർ ഗ്രിഡ് റെഫറൻസും പഠിച്ചു അല്ലേ? പിന്നെയോ കോണ്ടൂർ ലൈൻസ് പഠിച്ചു. കോണ്ടൂർ ലൈൻസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം, അതുപോലെ ഭൂപ്രദേശത്തിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാം, അതിന് എത്രമാത്രം ചെരിവുണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? ഇത്രയും ടീച്ചർ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്ത് വീണ്ടും കാണുക. ഇപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ടീച്ചർ റെഫർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ നിന്നാണ്. നിങ്ങൾക്കറിയുന്ന പോലെ എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ, റിവൈസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ ടീച്ചർ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ഓൾ.